ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ശ്രീലങ്കൻ സ്പെഷ്യൽ നമുക്ക് നേലട മേക്ക് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് സാറമോള് ഇവരുണ്ട്. ഹലോ പറ സാറമോള്, ഹലോ പറ. അപ്പൊ സാറമോള് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അസു, അപ്പൊ നമുക്ക് നേലട മേക്ക് ചെയ്യില്ലേ? നമ്മളെ അസു ഇതാ ഇവിടെ ഇല കട്ടിങ് ചെയ്യുന്നുണ്ട് അല്ലേ? മതിയോ? ഓക്കേ. അപ്പൊ ഇല നല്ല വാഷ് ചെയ്യുന്നുണ്ട് അസു അല്ലേ? ഹായ് പറ. അപ്പൊ ഗേസ്, നമുക്ക് ആവശ്യമായ തേങ്ങ ഒക്കെ നമ്മൾ എടുത്തിട്ടോ. അപ്പൊ അത് പൊട്ടിക്കാണ് ഇപ്പൊ. അപ്പോൾ അസു ഇവിടെ അല്ലേ തേങ്ങ ഒക്കെ റെഡി ചെയ്യുന്നുട്ടോ. നമ്മൾ സാധാ പോലെ ചിരകിയെടുക്കാതെ അരുണാചൽ സ്റ്റൈലിൽ പൊട്ടിക്കുകയാണ്. സാറമോള് അസുവിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇരിക്കണം അവൾക്ക്. അപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് കേട്ടോ അസു എടുത്തിട്ടുള്ളത്. അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തേങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിരകിയതുപോലെ ഏകദേശമൊക്കെ ആവും. അതിനുശേഷം നമ്മളെടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് മാവ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അടിച്ചെടുത്ത തേങ്ങ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. പിന്നെ നമ്മളിവിടെ അടിച്ചു വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളെ കേരള സ്റ്റൈൽ ഇലകള പോലെ തന്നെയാണ്, പക്ഷെ ഉണ്ടാക്കുന്ന രീതി കുറച്ച് വ്യത്യാസമാണെന്നുള്ളൂ. അപ്പൊ ഇല ചൂട് ചെയ്യാസു ഇത് ചൂട് ചെയ്യുമ്പോ അത് പൊട്ടൂല, നല്ല അടിപൊളി അയിലാണ്. ഓയിൽ തേക്കാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ നീ പറഞ്ഞൂടി. എല്ലാം ചൂട് ചെയ്തിട്ട് ഇപ്പൊ അതില് എണ്ണ തേച്ച് കൊടുക്കാം അല്ലേ? ഇത് എന്തിനാ തേക്കണേ? ഇതില് അടി പൊറുക്കൂലേ, അങ്ങനെ ഓയിൽ തേക്കുമ്പോ പൊറുക്കൂല. അടിപൊളി ആക്കിക്കണം. അതൊക്കെ ആവോ നോക്കത്തെ. നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയാണ് കേട്ടോ ഇവിടെ. അതിലേക്ക് നമ്മൾ ഇനി ശർക്കര വെച്ച് കൊടുക്കും, ശർക്കരയും തേങ്ങയും. പിന്നെ അത് നമ്മളെ നാടൻ സ്റ്റൈലിൽ നന്നായിട്ട് മടക്കി എടുക്കണം കേട്ടോ ചെയ്യണേ. പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാത്രമാണ്. ഇതിലെ നമ്മൾ ആവിക്ക് വേവിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയില്ലേ സു? റെഡി ആയിട്ടുള്ളൂ. കുറച്ചോ ഓരോന്നോരോന്ന് എടുക്കാം. ചൂടുണ്ടാവട്ടോ, നോക്കിയെടുത്തോ. അടിപൊളി ചൂടുണ്ട്. ഗ്യാസ് റെഡി ആയിക്കണോ നോക്കാം. അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മളെ എല്ലാവരുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് മാത്രമേ ചെറിയ ഡിഫറെൻ്റ് ഉള്ളൂ, ബട്ട് ടേസ്റ്റ് അപാരാണ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ് കേട്ടോ. സാറമോൾക്ക് പിന്നെ നമ്മൾ എന്താ കഴിക്കണം അതൊക്കെ വേണം. പിന്നെ അവൾക്കും ഇഷ്ടമായിട്ടുണ്ട്, അവൾ നന്നായി കഴിക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കണം, അതായത് എടുത്തിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, സീ യു അഗൈൻ. ബൈ ബൈ ബൈ. ഹായ് ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ?